ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു 3 ഫേസ് ഡി ബി ആയിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന 3 ഫേസ് മീറ്റർ ബോക്സ് ആണ്. മീറ്റർ ബോക്സിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ്, എത്ര ആംബിയറിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കണക്ഷൻസും ഫുൾ ഡീറ്റെയിലും. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ DB ചാർജ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ ഏരിയയിലാണ് നമുക്ക് അതിൻ്റെ മീറ്റർ വരുന്നത്. ബാക്കി വരുന്ന 3 ഫ്യൂസ് യൂണിറ്റുകളാണ്. പിന്നെ വരുന്നത് ന്യൂട്രൽ ലിങ്കാണ് വരുന്നത്. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. 3 ഫേസിൽ 3 ഫേസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫ്യൂസാണ് വരുന്നത്. 63 ആംസിൻ്റെ ഫ്യൂസ് കാരിയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് 3 ഫേസ് കണക്ഷൻ വരുന്ന സമയത്ത് 30 to 415 വോൾട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 63 ആംസ് നമുക്ക് 415 വോൾട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി HRC കൊടുക്കാവുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. HRC കൊടുക്കാവുന്ന രീതിയിലുള്ള ഫ്യൂസ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. HRC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് HRC നമ്മൾ കൊടുത്തിട്ടാണ് ഫ്യൂസിനും ബാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ HRC കൂടി കൊടുക്കാൻ പറ്റുന്ന ഫ്യൂസ് യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സാധാ ഫ്യൂസ് യൂണിറ്റിനായാലും കുറച്ചൊരു വ്യത്യാസങ്ങളുണ്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 100 ആംപിയർ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂട്രൽ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ ലിങ്ക് അതായത് ഈ സെക്ഷനിൽ നിന്നാണ് ഈ സെക്ഷനിലേക്കാണ് നമ്മുടെ മീറ്ററിൽ നിന്ന് നേരിട്ട് RYB ഇങ്ങനെ 3 വയറുകളാണ് വന്നിരിക്കുന്നത്. അതായത് RYB പിന്നെ വരുന്നത് ന്യൂട്രൽ. ഇതെല്ലാം കൂടി വന്നിട്ട് ഓൾറെഡി ഇപ്പോൾ നമ്മൾ മീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഒരു പ്ലഗിൽ ചാർജ് ചെയ്തിട്ടാണ് കുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഫേസ് നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്തതിന് ശേഷം ഒറ്റ ഫേസ് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ഇതിലൂടെയാണ് നമ്മൾ മീറ്റർ ബോക്സിലേക്ക് അകത്തേക്ക് വരുന്ന നമ്മുടെ സർവീസ് വയർ അതിൻ്റെ അകത്തേക്കാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ സെക്ഷനാണ് വരുന്നത്. എർത്തിൻ്റെ സെക്ഷൻ നേരെ വരുന്നത് നേരെ താഴേക്ക് വന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. നേരെ താഴെ വന്നിട്ട് 2 റോഡ് 3 ഫേസ് ആയതുകൊണ്ട് നമ്മൾ 2 റോഡ് എർത്ത് റോഡ് 2 ചെയ്തുകൊണ്ട് എർത്ത് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ ഈ എർത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് DBയിൽ നിന്ന് നമ്മൾ 6ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. 6ൻ്റെ വയർ RYB ഇങ്ങനെ 3 വയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ 2.5ൻ്റെ 2 ബ്ലൂ വയറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ എർത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2.5ൻ്റെ 2 വയർ 2 എർത്ത് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ RYB ഇതാണ് നമ്മുടെ DBയിലേക്ക് ഡയറക്റ്റായിട്ട് ഫ്യൂസ് യൂണിറ്റ് വഴി പോകുന്നത്. അതായത് 3 ഫേസും ന്യൂട്രും കൺട്രോൾ ചെയ്തിട്ട് വേണം, അതായത് ഫ്യൂസും ന്യൂട്രൽ ലിങ്കും കൂടി കൺട്രോൾ ചെയ്തിട്ട് വേണം DBയിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട്. കുറച്ചുകൂടി സെക്യൂരിറ്റി രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫ്യൂസ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് യൂണിറ്റ് വഴി നമ്മൾ DBയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഫ്യൂസ് യൂണിറ്റിനായാലും കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. HRC കൊടുക്കാവുന്ന രീതിയിലുള്ള ഫ്യൂസ് യൂണിറ്റാണ് ഈ മീറ്റർ ബോക്സിനോട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 ഫേസ് ആയതുകൊണ്ട് 2 എർത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. 2 എർത്ത് റോഡ് ഇട്ട് 2 സെപ്പറേറ്റ് എർത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നമ്മുടെ വീടുകളിലെ ഡിവൈസുകൾക്കെല്ലാം നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.